പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ 1-ാം അധ്യായം മുതലാണ് നമ്മൾ ചിന്തിച്ചും പ്രാർത്ഥിച്ചും കടന്നു വരാൻ ഇടവന്നത്. യേശു കർത്താവ് ശിഷ്യന്മാരുമൊത്ത് 3.5 വർഷക്കാലം തൻ്റെ ശുശ്രൂഷ അവർ കണ്ടും അനുഭവിച്ചും കടന്നുപോയ ശേഷം, യേശു മരിച്ചു ഉയർത്ത ശേഷം അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് 40 ദിനരാത്രങ്ങൾ പഠിപ്പിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുവാനും കേൾക്കുവാനെല്ലാം ഇടയായി. അതിനുശേഷം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ആത്മശക്തിയുടെ ആ നിറവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമാണ് യേശു അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനം പറയുകയാണ്. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്ത് ഒരു മേഘം അവനെ മൂടി. അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. കണ്ടോ, യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ പൂർത്തി വരുത്തിയ ശേഷം അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു പോകുകയാണ് ചെയ്യുന്നത്. അത്രയും നാള് യേശു ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ഒരു ആത്മശക്തിയുടെ നിറവ് നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. ഞാൻ ചെന്നിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലേക്ക് അയക്കുമെന്നാണ് യേശു പറഞ്ഞത്. അന്നേരം യേശു പോകുന്നത് കണ്ടവരാരാണ്? യേശു പഠിപ്പിച്ച, യേശുവിൻ്റെ കൂടെയുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഒരിക്കൽ നമുക്കറിയാം, പ്രവാചക പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് എന്നൊരു പ്രവാചകന്റെ അടുക്കൽ എലീശ എന്ന ശിഷ്യൻ കടന്നു വരുമ്പോൾ, ഏലിയാ പ്രവാചകന്റെ കൂടെ നടന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ പ്രവാചകനായ ഏലിയാവ് ചോദിക്കുകയാണ് എലീശയോട്, നിനക്ക് എന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്നേരം എലീശ പറയാണ്, എനിക്ക് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. അപ്പോൾ ഏലിയാവ് പറയുകയാണ്, ഞാൻ എപ്പോഴാണ് അഗ്നിരഥത്തിൽ എടുക്കപ്പെടുന്നത്? എൻ്റെ ആ എടുക്കപ്പെടുന്ന സമയത്ത് നീ ഉണ്ടെങ്കിൽ നീ ഈ അഭിഷേകത്തിൻ്റെ ഉടമയായി മാറാൻ ഇടവരും. പ്രിയമുള്ളവരെ, ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് യേശു പോകുന്നത് കണ്ടത്. യേശു പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനെ നിങ്ങളുടെ മേലേക്ക് ഞാൻ തരും. പോകുന്നത് പോലെ തന്നെ അവൻ തിരിച്ചു വരും. എപ്പോഴാ? നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി. അവൻ വന്നത് നമ്മളെ രക്ഷിക്കുവാനും നമ്മളെ വീണ്ടെടുക്കുവാനും വന്നെങ്കിൽ അവൻ ഇനി വരുന്നത് അവൻ നമ്മളെ സ്വർഗത്തിൽ അവനായിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യേശു വരുന്നത്. നമുക്ക് ഭയങ്കര പ്രത്യാശയുള്ള ഒരു ജീവിതമാ കർത്താവ് തന്നത്. ശിഷ്യന്മാര് യേശു പഠിപ്പിച്ച ആ ഉപദേശമൊക്കെ കേട്ട് പഠിച്ച് അനുഭവിച്ചു കടന്നുപോയ ശിഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷമായി. യേശു പോകുന്നത് പോലെ തന്നെ വരുമല്ലോ. കണ്ടോ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ അനുസരിക്കുവാനും ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപദേശിക്കുവാനൊക്കെ ദൈവം ഇടയാക്കിയെങ്കിൽ, ഈ തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്, യേശു കർത്താവ് ഇവിടെ നിന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാപ്പകൽ നമ്മളെ കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിനെ എന്നേക്കുമായി പരാജയപ്പെടുത്തിക്കൊണ്ട് ജയാളിയായി സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ഇരുന്ന് തൻ്റെ മക്കൾക്ക് വേണ്ട സകല ദൈവിക കൃപകളും ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം പകർന്നു തരുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. യേശു ഇനി വരാൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ച്
കാത്തിരിക്കണം കർത്താവ് വരുന്നോളം വരെ. ഈ ഒരു കാത്തിരിപ്പിന് വേണ്ടിയുള്ള ഒരു ആത്മീയ പകർച്ചയാണ് കർത്താവ് നമുക്ക് തന്ന് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. യേശു സ്വർഗാരോപിതനായി പിതാവിൻ്റെ അടുക്കൽ പോയതുപോലെ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന, കർത്താവിനോട് കൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുവാനും അവന്റെ വചനം ലോകത്തിലെല്ലായിടത്തും എത്തിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.